വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മത്തായി 5:1-12 വരെയും ലൂക്കോസ് 6:20-23 വരെയുമുള്ള വാക്യങ്ങൾ കർത്താവ് പറഞ്ഞ ഭാഗ്യവചനങ്ങൾ ആണ്. ലൂക്കോസ് 6:21 പറഞ്ഞിരിക്കുന്ന ഭാഗ്യവചനം നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നല്ല. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അതായത് ചിരിക്കുന്നതിന് വേണ്ടി കരയുക. ദുഃഖിക്കുന്നതും കരയുന്നതും ലോകപ്രകാരം നിർഭാഗ്യകരമായ അവസ്ഥയാണ്. കർത്താവ് പറയുന്നത് അഭാഗ്യകരമായ അവസ്ഥയാകുന്നുവെന്ന. കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്തായിരിക്കും? സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനേക അവസ്ഥകൾ നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളെ ഓർത്ത് കരയണം. ആ കാര്യത്തിൽ നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന കർത്താവ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ അവസ്ഥകളെ ഓർത്ത് നാം കരയണം? ഒന്ന്, നമ്മുടെ പാപ അവസ്ഥയെ ഓർത്ത് കരയണം. പാപം അസ്ഥികളെ ക്ഷയിപ്പിക്കുകയും മജ്ജയെ വറ്റിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 32:3 വാക്യങ്ങൾ. എന്നാൽ പാപ അവസ്ഥയോർത്ത് ഹൃദയം നൊന്ത് ദുഃഖിക്കുമെങ്കിൽ അവ ക്ഷമിക്കപ്പെടുകയും നഷ്ടപ്പെട്ട സമാധാനം തിരികെ ലഭിക്കുകയും ചെയ്യും. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. സങ്കീർത്തനം 51:17 വാക്യം. ലോകചിന്തയിൽ പാപത്തെക്കുറിച്ച് കരയുക എന്നത് ഘടകവിരുദ്ധമായ ഒന്നാണ്. ഏത് മാർഗത്തിൽ സഞ്ചരിച്ചാലും വേണ്ടില്ല, സന്തോഷിക്കുവാൻ കഴിയണമെന്ന ലോകം പറയുന്നത്. കർത്താവ് പറയുന്നത് ലോകചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. പാപത്തെ ഓർത്ത് കരയണം. കരച്ചിൽ പാപത്തെ കഴുകിക്കളയും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ ലഭിക്കും. പാപത്തെ ഓർത്ത് കരഞ്ഞ വ്യക്തിയാണ് യെശയ്യാവ്. യെശയ്യാവിൻ്റെ കരച്ചിൽ ശബ്ദമാണ്, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ. യെശയ്യാവ് 6:5. ഈ കരത്തിൽ യെശയ്യാവിനെ ശുദ്ധീകരിച്ചു. അനുതാപം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നമ്മിൽ ഉണ്ടാകും. അതുകൊണ്ട് ജീവിതം ഭാഗ്യകരമായി തീർന്ന് ചിരിപ്പാനായി പാപ അവസ്ഥയോർത്ത് നമുക്ക് കരയാം. 2, നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കരയണം. ക്രൂശിൽ ചുമന്നു പോകുന്ന കർത്താവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീകളോട് ഇത് പറയുന്നത്. ലൂക്കോസ് 23:28. ഇന്നത്തെ സമൂഹം മ്ലേച്ഛതയിലും ദുഷ്ടതയിലും മുഴുകിയിരിക്കുന്നു. ലഹരിയിൽ മുങ്ങി ജീവിതം നശിപ്പിക്കുന്ന തലമുറ. മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള പ്രവൃത്തികളെ കാണുന്ന നാം ലഹരിയുടെ കരാള ഹസ്തങ്ങൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന നമ്മളുടെ മക്കളെ കാണുന്നില്ല. സ്വന്തം കണ്ണിലെ കോൽ കാണാതെ അന്യൻ്റെ കണ്ണിലെ കര എടുക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? നമ്മിലും നമ്മളുടെ മക്കളിലുമുള്ള വലിയ തെറ്റുകളെ മറച്ചു വെച്ച് അയൽവീട്ടിലെ ചെറിയ തെറ്റിനെ നാം പെരുപ്പിച്ച് കാണിച്ചിട്ടില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവാൻ കർത്താവ് പറഞ്ഞത്. മക്കൾക്ക് വേണ്ടി കരയുക. മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി കരയുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്കായി യാഗം അർപ്പിക്കുകയും ചെയ്ത ഒരു പിതാവായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-5 വാക്യം. അസിസി നിവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്ന വിരുദ്ധന്മാരുടെ നേതാവായിരുന്നു അഗസ്റ്റിൻ. തൻ്റെ മകനു വേണ്ടി അമ്മ ഒഴുക്കിയ കണ്ണുനീരിന് അളവില്ല. ഒടുക്കം ആ മകൻ വൈദികനായി, ഹിപ്പോയിലെ മെത്രാനായി, അവസാനം വിശുദ്ധ അഗസ്റ്റിനായി. അമ്മയുടെ കണ്ണുനീരിൻ്റെ അനുഗ്രഹം അതെ നമുക്കും കരയാം, മക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകും. 3, വരുവാൻ പോകുന്ന കഷ്ടതയോർത്ത് കരയണം. സ്വന്തം ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാനുള്ള രാജകൽപ്പന പരസ്യപ്പെടുത്തിയപ്പോൾ പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന് കൈപ്പോടെ നിലവിളിച്ച വ്യക്തിയാണ് മൊർദെഖായി. എസ്തേർ 4:1 വാക്യം. ഒരു ശക്തിക്കും രാജകൽപ്പന തിരുത്തി കുറിക്കുവാൻ സാധ്യമല്ല. എങ്കിലും ദൈവജനം ഒരുമിച്ച് കൂടി 3 ദിവസം ഉപവസിച്ച് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി ദൈവം കേട്ടു. രാജകൽപ്പന തിരുത്തി കുറിച്ചു. എസ്തേർ 8:16 പറയുന്നത്, നിലവിളിച്ച യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി എന്നാണ്.
ദൈവജനത്തിൻ്റെ മേൽ വരുന്ന കഷ്ടതകളെ കണ്ട് നിലവിളിപ്പാൻ നാം തയ്യാറാവണം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനം പീഡിപ്പിക്കപ്പെടുന്നു. തീവ്രവാദികൾ അനേകരുടെ തലയിറക്കുന്നു. വിശ്വാസ സമൂഹത്തിനെതിരായി നിയമങ്ങൾ പാസ്സാക്കുന്നു. അനേക രാജ്യങ്ങളിൽ വിശ്വാസികൾ ജയിലറകളിൽ അടയ്ക്കപ്പെടുന്നു. വിശ്വാസ സമൂഹത്തിന്മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ ഓർത്ത് നാം നിലവിളിക്കണം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാ ആർപ്പോടെ കൊയ്യുന്നത്. അതുകൊണ്ട് നിലവിളിയിൽ കൂടി കഷ്ടതകളെ നമുക്ക് സന്തോഷമായി രൂപപ്പെടുത്താം. കർത്താവേ, പാപജീവിതത്തെ ഓർത്ത് കരയുവാനും എന്നുള്ള വിലാപത്തെ സന്തോഷമാക്കുവാനും എന്നെയും സഹായിക്കണമേ. ആമേൻ.